ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ശുക്രരഹസ്യമാണ്. അതായത് നമുക്കൊക്കെ വേണ്ടത് ധനവരവാണ്. ഏതൊരു വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നത്, അവിടെ മഹാലക്ഷ്മി വിളയാടുമെന്നും ധനവരവിന് അവിടെ യാതൊരുവിധ കുറവുണ്ടാവുകയില്ലെന്നും, അതേപോലെ നമ്മൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന ധനം ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുമെന്നും ആ ധനം നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് പിന്നിലെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അതായത് മിക്കവർക്കും നല്ല സാലറിയൊക്കെ ഉണ്ടാവും. അത് ആ ഒരു സാലറി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ 1 രൂപ പോലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റാറില്ല. അത് ഏതെങ്കിലും വിധത്തിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ രീതികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് കരകയറാം, ശുക്രഭഗവാനെ നമുക്ക് ആക്റ്റീവാക്കാം, ശുക്രദോഷമുണ്ടെങ്കിൽ അത് എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ധനം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ആ ധനത്തിന് അതിൻ്റേതായിട്ടുള്ള ബഹുമാനം കൊടുത്ത് നമ്മൾ സൂക്ഷിക്കണം. അലക്ഷ്യമായി അത് പൈസയാണെങ്കിലും കോയിനാണെങ്കിലും വീട്ടിലെവിടെയും ഇടാതിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പണം വെക്കാനായിട്ട് അതിനായിട്ടൊരു പ്ലേസ് നമ്മുടെ വീട്ടിൽ കണ്ടെത്തിയിരിക്കണം. അത് ധനമാണെങ്കിലും സ്വർണമാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അലങ്കോലമായിട്ടിരിക്കുന്ന കബോർഡിനുള്ളിൽ ഒരിക്കലും നമ്മൾ ധനം സൂക്ഷിച്ചു വെക്കാനേ പാടില്ല. പൈസ വെക്കുന്നിടത്ത് പൈസ മാത്രമേ പാടുള്ളൂ, സ്വർണം വെക്കുന്നിടത്ത് സ്വർണം മാത്രമേ പാടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലർ സ്വർണവും പണവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സൂക്ഷിച്ച് വെക്കും. നമുക്കിപ്പം ഒരു ലോക്കറേ ഉള്ളൂ, ആ ലോക്കറിൽ 2 ആയിട്ട് തിരിച്ചിട്ട് ഒരു ഭാഗത്ത് പണവും മറ്റൊരു ഭാഗത്ത് സ്വർണവുമായിട്ട് സേവ് ചെയ്ത് വെക്കാം. അതല്ലാതെ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഒരിക്കലും സൂക്ഷിച്ച് വെക്കരുത്. അത് നമുക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച തരില്ല. ആ ധനം വെറുതെ പാഴായി പോകത്തേ ഉള്ളൂ. നമ്മൾ ധനം വെക്കുന്ന ആ ലോക്കർ എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം. അതായത് ആ ധനം വെക്കുന്ന ലോക്കറിനുള്ളിൽ ആവശ്യമില്ലാത്തപ്പം എന്തെങ്കിലും ഒരു ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സ്, റെസിപ്റ്റ്, ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ജ്വല്ലറി മേടിക്കുമ്പോൾ കിട്ടുന്ന ബില്ല് സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ, ഇതൊന്നും പാടില്ല. ആ ഒരു ലോക്കർ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ധനം വെക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും ഒന്നെങ്കിൽ റെഡ് കളറിലെ പട്ട് തുണി, ഇപ്പം ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ പറയുമ്പോൾ പട്ടുതുണി യൂസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട് പട്ടുതുണി ഇല്ലാത്തവർക്ക് കോട്ടനോ പോളിസ്റ്ററോ എടുക്കാം. പക്ഷെ നമ്മൾ ധനം വെക്കുന്ന സ്ഥലത്ത് നമ്മളൊരു പട്ടുതുണി മേടിക്കണം. ഈ പട്ടെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ധനത്തിനും സ്വർണത്തിനും ഒരു ദോഷമുണ്ടാകും. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കൈമറിഞ്ഞാണ് പണമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അപ്പം സ്വർണ്ണമാണെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പം ഒരുപാട് പേരത് എടുത്തും നോക്കിയും ഇഷ്ടപ്പെട്ടും ചിലപ്പം ചിലരുടെ കയ്യിൽ അതിൻ്റെ ക്യാഷ് ഇല്ലാഞ്ഞിട്ട് അവരത് തിരിച്ചു വെക്കാറുണ്ട്. ഇപ്പോൾ മോതിരമാണെങ്കിലും വളയാണെങ്കിലും നമ്മൾ ഈ ജ്വല്ലറി ചെന്ന് ഇതൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് മേടിക്കുന്നത്. അപ്പം ഈ നേരത്തെ ഇട്ട് വെച്ച വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി അവരുടെ ശരീരത്തുണ്ടെങ്കിൽ അത് ആ സ്വർണ്ണത്തിൽ പിടിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പം നമ്മളിത് വാങ്ങിക്കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വെക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് അണിയുമ്പം ആ ദോഷം നമ്മളിലോട്ടും വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സ്വർണം വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം കല്ലുപ്പിലിട്ട് വെച്ച് ശുദ്ധമായ പാലിൽ കഴുകി റോസ് വാട്ടറിലും കഴുകിയെടുത്ത് മഹാലക്ഷ്മിക്കും ഗണേശനും സമർപ്പിച്ചിട്ടേ നമ്മളത് അണിയാവൂ, എങ്കിലേ അതിൽ നിന്നുള്ള ദോഷം പോകും. അപ്പം പണമാണെങ്കിലും നമുക്ക് കഴുകാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പട്ടുതുണി, ഒന്നെങ്കിൽ റെഡ് കളർ അല്ലെങ്കിൽ പീകോക്ക് ബ്ലൂ കളറിലെ പട്ടുതുണി വാങ്ങിച്ച് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെച്ച് അതിൽ വെച്ച് പട്ടിന് ഒരു ദോഷവുമില്ല. അപ്പോൾ പട്ടിൽ വെക്കുന്ന എന്തൊരു വസ്തുവിനും ദോഷമുണ്ടെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അത് മാറിപ്പോകും. അവിടെ നമ്മൾക്ക് സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും വെക്കാം. അതേപോലെ തന്നെ സ്വസ്തിക് നമ്മൾ ഈ ഒരു ലോക്കറിനുള്ളിൽ വരയ്ക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാർവാടികൾ ചെയ്യുന്നൊരു രഹസ്യമാണ് അതെന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് വരയ്ക്കാം. അതേപോലെ കുറേ പേര് ഈ മഹാലക്ഷ്മിയുടെ ഫോട്ടോ അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി ഫോട്ടോ, കുബേരൻ്റെ ഫോട്ടോ, ധനവരവിന് വേണ്ടിയിട്ട് കുറേ ഫോട്ടോകളൊക്കെ ഇതുപോലെ വെക്കാറുണ്ട്. ഇതൊന്നും നിങ്ങൾ വെക്കണ്ട. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏലക്ക, ഗ്രാമ്പൂ, പച്ചക്കർപ്പൂരം, രാമച്ചം, അതേപോലെ തന്നെ ഉലുവ, ഇതുപോലെയുള്ള വസ്തുക്കൾ നമുക്ക് നമ്മുടെ
ക്യാഷ് ബോക്സിൽ വെച്ചാൽ തന്നെ ആ ഒരു നറുമണം എപ്പോഴും നമ്മുടെ ക്യാഷ് ബോക്സിൽ ഉണ്ടാവുകയും മഹാലക്ഷ്മിക്ക് സുഗന്ധ വ്യഞ്ജനം അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് ഈ പറയുന്ന വാസന ദ്രവ്യങ്ങളുടെ മണം എന്ന് പറയുന്നത് വളരെ വളരെ ഇഷ്ടമാണ്. അപ്പം ധനത്തിൻ്റെ കൂടെ ഈ വാസനാദി ദ്രവ്യങ്ങളും കൂടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ധനം അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മൾ അത് വേണം കൂടുതലായിട്ടും അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു വെള്ളിയുടെ എന്തെങ്കിലും ഒന്ന് നമ്മൾ വെക്കുന്ന സ്വർണത്തിൻ്റെ കൂടെ വെക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സ്വർണം മേടിക്കുമ്പം വെള്ളി മേടിക്കണം എന്നുള്ളത്. അതേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വെള്ളിയുടെ എന്തെങ്കിലും ഡപ്പ അല്ലെങ്കിൽ വെള്ളി പാത്രത്തിൽ സ്വർണ്ണം ഇട്ട് വെക്കുന്നത് സ്വർണത്തെ വെള്ളി അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സ്വർണത്തെ വെള്ളി കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളി, ഒന്നെങ്കിൽ വെള്ളിയുടെ നാണയം അതൊറ്റ ഒരെണ്ണം മതി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെള്ളി കൊലുസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണെങ്കിലും നല്ല വൃത്തിക്ക് കഴുകി നമ്മൾ സ്വർണം വെക്കുന്നതിന് കൂടെ വെക്കണം. വെള്ളി എന്ന് പറയുന്നത് ശുക്രനും സ്വർണം എന്ന് പറയുന്നത് ഗുരുവുമാണ്. അപ്പോൾ അവിടെ ഗുരു ശുക്ര ചേർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒന്നിച്ച് വെക്കുന്നത്. അപ്പോൾ എല്ലാ കയ്യിലുള്ള എല്ലാ വെള്ളിയും വെക്കണമെന്നില്ല, ഒന്ന് മാത്രം മതിയാവും. അത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണ്. അതേപോലെ തന്നെ ആവശ്യമില്ലാതെ നമ്മൾ ധനം വലിച്ചു വാരിയിടുകയും ചെയ്തു. കാരണം കോയിൻസിൻ്റെ കാര്യമാണ് ഞാൻ കൂടുതലും ഇവിടെ പറയുന്നത്. ഈ കോയിൻ നമ്മൾ അങ്ങോട്ടെടുത്തും ഇങ്ങോട്ടെടുത്തും ഫ്രിഡ്ജിൻ്റെ മുകളിലും ടീപ്പോയുടെ മുകളിലും ടി വി സ്റ്റാൻഡിൻ്റെ അവിടെയും ഒക്കെ ആയിട്ട് നമ്മൾ വലിച്ചു വാരിയിടും. നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ മുറിയിലെയും കോർണേഴ്സിൽ ഒരു ചെറിയ മൺപാത്രത്തിൽ നാണയം ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. അത് ഞാനിതിന് മുൻപേ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങൾ നാണയങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിടരുത്. പൂജാമുറിയിലും നമുക്ക് വെക്കാം. വിളക്ക് കത്തിക്കുന്ന ഭാഗത്തായിട്ട് ഒരു ചെറിയ വെള്ളിക്കിണ്ണത്തിൽ, വെള്ളിയില്ലാത്തവർക്ക് ഒരു മൺപാത്രത്തിലോ മൺകുടത്തിലോ ചെറിയ മൺകുടത്തിലോ വെള്ളി നാണയങ്ങൾ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ വീട്ടിലെല്ലായിടത്തും ഇങ്ങനെ നാണയങ്ങൾ ഇടരുത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ചെറിയ മൺപാത്രത്തിലോ വെള്ളിപ്പാത്രത്തിലോ കുറച്ച് നാണയങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നാണയങ്ങൾ എന്ന് പറയുന്നത് ധനത്തെ നമ്മുടെ വീട്ടിലോട്ട് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ധനം നമ്മൾ അനാവശ്യമായി ചിലവാക്കി കളയാതിരിക്കുക എന്നുള്ളതാണ്. ചിലർ ഈ ഓൺലൈൻ സൈറ്റ്സിൽ എന്ത് കണ്ടാലും അത് ഓർഡർ ചെയ്ത് മേടിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് മേടിക്കുമ്പം അത് നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ ഇത് നമ്മൾ ക്ലിയറായിട്ട് ചിന്തിച്ച് മാത്രം മേടിക്കണം. കാരണം ചിലപ്പം ശരിയാണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് ധനമുണ്ടാവും, അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എനിക്കിത് മേടിക്കാം എന്നുള്ള നമ്മുടെ ആ ഒരു അത്യാഗ്രഹം മൂലം നമ്മൾ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെക്കും. പക്ഷേ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ചിലപ്പം ₹1 പോലും കയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥ വരും. അന്ന് നമ്മൾ ചിന്തിക്കും ആവശ്യമില്ലാതെ നമ്മൾ എന്തുമാത്രം പൈസയാണ് കളഞ്ഞതെന്നുള്ളത്. അതുകൊണ്ടാണ് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പണ്ടുള്ളവർ പറയുന്നതിന് പിന്നിലെ തത്വം. സോ നമ്മുടെ കയ്യിൽ എത്ര രൂപ, നിങ്ങൾ എത്ര വലിയ പണക്കാരായിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര വലിയ സാലറി മേടിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും 2 വട്ടം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ. ധനം ചെലവാക്കുമ്പം പ്രത്യേകിച്ചും മഹാലക്ഷ്മിയെ വേണ്ട വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുൻപിലായിട്ട് അയ കെട്ടി തുണി ഉണങ്ങാൻ വിരിച്ചിടുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്നുകൊണ്ട് നിങ്ങൾ നിർത്തലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന് കാരണം നമ്മൾ ചന്ദ്രഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വീട്ടിലോട്ട് ധനം വരുന്നത് ശുക്രഭഗവാന്റെ കടാക്ഷം കൊണ്ടാണെങ്കിലും ശുക്ര കടാക്ഷത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരാൾ ചന്ദ്രഭഗവാന്റെ ആക്ടിവേഷനാണ്. ചന്ദ്രൻ്റെ ബലഹീനത നമ്മളിലും നമ്മുടെ വീട്ടിലുമുണ്ടെങ്കിൽ ധനവരവ് കുറയും. ഈ ഒരു ചന്ദ്രൻ എന്ന് പറയുന്നത് 27 നക്ഷത്രങ്ങളുമായിട്ടും 9 ഗ്രഹങ്ങളുമായിട്ടും ഒരേപോലെ കണക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രഹമാണ്. പക്ഷേ ഈ ഒരു ചന്ദ്രനെ ചൊവ്വായും കേതുവുമായിട്ട് ഒരു ബന്ധം വന്നു കഴിയുമ്പോഴാണ് ധനവരവ് നമ്മുടെ വീട്ടിൽ കുറയുന്നത്. സോ ഈ കയറുകൾ എന്ന് പറയുന്നത് കേതുവുമായിട്ട് ബന്ധപ്പെട്ട് വേണം പറയാൻ.
അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, അതായത് ചില വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പം ആ ഗേറ്റിനും ഫ്രണ്ട് ഡോറിനും കുറുകയായിട്ട് കയറ് കെട്ടിയിരിക്കും തുണി വിരിക്കാൻ. നമ്മൾ തല കുനിച്ചൊക്കെ കയറി പോവേണ്ട അവസ്ഥ വരും. അതുപോലെ വീടിനുള്ളിലും കയറുകൾ കെട്ടി നമ്മൾ ഒരിക്കലും തുണി വിരിച്ചിടരുത്. ഇപ്പം മഴക്കാലം വന്നു കഴിയുമ്പം ശരിയാണ്, അത് കുഴപ്പമില്ല. മഴക്കാലം വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ നിവൃത്തികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ മഴക്കാലം മാറി വേനൽക്കാലം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ കയറുകൾ തീർച്ചയായിട്ടും വീട്ടിൽ നിന്നും അഴിച്ച് മാറ്റിയിരിക്കണം. അതേപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും തുണി ഉണങ്ങാൻ കയറ് കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. അത് എപ്പോഴും നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ബാൽക്കണിയിലോ അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ടെറസിലോ ചെയ്യാം, അല്ലെങ്കിൽ വീടിൻ്റെ പിറകിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നിലത്തൊക്കെ വെക്കാൻ പറ്റുന്ന പോലുള്ള വസ്തുക്കളൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് തുണി ഉണക്കാൻ ഇടുന്നതായിരിക്കും നല്ലത്. അവനവൻ്റെ കയ്യിലെ പൈസ അതനുസരിച്ച് നമ്മൾ ഓരോ മാറ്റങ്ങൾ, ഒന്നിച്ചു മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റങ്ങളാണ് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഉയർച്ച തരുന്നത്. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം, അടുക്കളയിൽ ഈ ധാന്യങ്ങൾ ഇട്ട് വെക്കാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്ലി നിർത്തലാക്കും. നിങ്ങൾ ഈ മഹാരാഷ്ട്രയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിക്കേ, ഒരു വീട്ടിലും പ്ലാസ്റ്റിക് കാണില്ല. അതായത് അടുക്കളയിൽ അവരിട്ട് വെക്കുന്ന എല്ലാം എവർ സിൽവർ അങ്ങനത്തെ ഇവിടെ പാത്രങ്ങൾ മേടിക്കാൻ കിട്ടും, ഒരേ വലുപ്പത്തിൽ. ഇപ്പോൾ 1 കിലോയുടെ 2 കിലോയുടെയൊക്കെ. പ്രത്യേകിച്ച് മാർവാടികളുടെയും മഹാരാഷ്ട്രീയൻസിൻ്റെയൊക്കെ അടുക്കളയിൽ ചെന്നാൽ നമ്മളെ ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഒരു വസ്തുവായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ എവർ സിൽവർ മേടിക്കുക, ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മേടിക്കുക. പ്ലാസ്റ്റിക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. ഒറ്റയടിക്ക് നിങ്ങൾ വീട്ടിലെ എല്ലാ ധാന്യങ്ങളും ഇട്ട് വെക്കാൻ പോയി ചില്ലുകുപ്പി മേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ മാസം എനിക്ക് ഇത്ര വരുമാനം കിട്ടും, ഇതിൽ നിന്നും ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 600 രൂപ ഞാൻ മാറ്റി വെക്കാം. നമ്മൾ മേടിക്കുമ്പം ദീർഘകാലം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗ്ലാസ് അതുപോലത്തെ ബോട്ടിൽസ് നമ്മൾ വീട്ടിൽ മേടിച്ച് വെക്കുക. അപ്പം ഒരേ സൈസിലേക്ക് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ സൈറ്റ്സിലാണെങ്കിലും അതുപോലെ തന്നെ വലിയ വലിയ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കിട്ടും. വില അല്പം കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഭംഗിയുള്ളത് അങ്ങനെയുള്ളത് വാങ്ങിച്ച് വെക്കുമ്പം അത് കാണാൻ തന്നെ വളരെ ഐശ്വര്യമായിരിക്കും. ഇതിൻ്റെ കാരണവും ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം ചെയ്യാത്തവരൊക്കെ ആ ഒരു കാര്യം കഴിയുന്നതും ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ അമിതമായിട്ട് നമ്മൾ മൂലിക ചെടികൾ വളർത്താതിരിക്കുക. മൂലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? തുളസി, കറ്റാർവാഴ, പനിക്കൂർക്ക ഇതുപോലെയുള്ള ഔഷധ ചെടികൾ വളർത്തരുതെന്നല്ല പറയുന്നത്. കാരണം നമ്മുടെ വീട്ടിലോട്ട് ധനം വരണമെന്നുണ്ടെങ്കിൽ നിലത്തത്വം ആക്റ്റീവായിരിക്കണം. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. നമ്മൾ മിക്ക പൂജ ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് നിലത്തത്വം ആക്റ്റീവായിട്ടിരിക്കണം എന്നുള്ളത്. ഈ മൂലിക ചെടികൾ ആക്റ്റീവ് ചെയ്യുന്നത് വായുവും അതുപോലെ തന്നെ ആകാശത്തെയുമാണ്. ഇത് രണ്ടും ആക്റ്റീവ് ചെയ്യുന്ന വീട്ടിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ധനം നിലനിൽക്കില്ല. ഭാര്യാഭർത്തൃ ബന്ധം വളരെയധികം മോശമായിരിക്കും. അവർക്ക് തമ്മിൽ ഒരു പരസ്പര സ്നേഹമുണ്ടായിരിക്കില്ല. നിങ്ങൾ ഇപ്പോൾ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്, അധികം സ്പേസ് ഇല്ല, ഞങ്ങൾക്കിതൊക്കെ വളർത്തണം. അതുപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു പനിക്കൂർക്ക വെച്ചാൽ 2 മുല്ലപ്പൂ വെക്കണം. ഇപ്പം ഒരു തുളസിച്ചെടിയിൽ പൊട്ടിമുളച്ച് വീണ്ടും തുളസികൾ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇരട്ടിയായിട്ട് റോസച്ചെടി വെക്കണം, അല്ലെങ്കിൽ നല്ല പൂക്കുന്ന ചെടികൾ വെക്കണം. അതായത് ഔഷധ ചെടികളുടെ ഡബിൾ ഇരട്ടി പൂക്കുന്ന ചെടികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. അതല്ല നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്, ഇപ്പോൾ ഒരു 15 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ട്, വീടിന് പുറകിലോട്ട് ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കവിടെ ഇഷ്ടംപോലെ മൂലിക ചെടികൾ, ഔഷധ ചെടികൾ വളർത്താം. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ചില വീടുകളിൽ ചെല്ലുമ്പം കണ്ടിട്ടില്ല, എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ പടങ്ങളാണ്. കൃഷ്ണൻ്റെ ആകട്ടെ, മുരുകൻ്റെ ആവട്ടെ, ഈവൻ പൂജാമുറിയിൽ പോലും നമ്മൾ ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോസ് സൂക്ഷിച്ച് വെക്കാൻ പാടില്ല. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ദൈവങ്ങളുടെ ഫോട്ടോ ഉള്ള വീട്ടിലെ സ്ത്രീകൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഭക്തിയായിരിക്കും. എന്നും ക്ഷേത്രത്തിൽ പോകുക, അതേപോലെ തന്നെ എല്ലാ പൂജകളും വിടാതെ ചെയ്യുക. അങ്ങനെയുള്ളവർ അവരുടെ ആത്മീയ തലത്തിൽ അവർ ഭയങ്കര മുകളിലായിരിക്കും. സ്പിരിച്വലി അവർ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ അവരുടെ കളത്രഭാവം വളരെ വീക്കായിരിക്കും. അതായത് ഭർത്താവുമായിട്ടുള്ള അവരുടെ ബന്ധം, ആ ഒരു സ്നേഹം, ശരിക്കും പറഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന യാതൊന്നും അവർക്കിടയിൽ ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ ഇൻട്രസ്റ്റ് ആയിരിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നാൽ പോലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എല്ലായിടത്തും ദൈവങ്ങളുടെ ഫോട്ടോ വെക്കരുത്. ദൈവങ്ങളുടെ ഫോട്ടോ വെക്കാൻ നമുക്കുള്ള സ്ഥലം എവിടെയാണ്? നമ്മുടെ വീട്ടിലെ പൂജാമുറി. ഇപ്പം എനിക്ക് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോട്ടോസും കാണുമ്പം അത് വാങ്ങണം, മേടിച്ച് വെക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. ചിലരുടെ വീട്ടിൽ കണ്ടിട്ടില്ലേ, വലിയ വേല് മുതൽ കുഞ്ഞു വേല് വരെ, കൃഷ്ണനാണെങ്കിലുമോ വലിയ കൃഷ്ണൻ മുതൽ കുഞ്ഞു കൃഷ്ണൻ വരെ ഉണ്ടാവും. പക്ഷേ അത് ശരിയാണ്, നമുക്ക് താല്പര്യം തോന്നിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ അതിനെ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പം ആ വീട്ടിലെ സ്ത്രീയുടെ ഭക്തിഭാവം വളരുകയും ഭർതൃഭാവം ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന എന്താണ്? ധനവരവിനെ കുറയ്ക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ ലക്ഷ്മി മഹാലക്ഷ്മി, ഭാര്യയും ഭർത്താവും സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പം അവിടെ ആ സന്തോഷത്തിൽ നിന്നും ധനവരവ് അങ്ങോട്ട് വളരെയധികം ഉണ്ടാകും എന്നുള്ളതാണ്. സോ നിങ്ങൾ മിക്കവരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ പറയുന്ന പൂജകളൊക്കെ ചെയ്യാറുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ധനവരവ് ഉണ്ടാകുന്നില്ല. സോ നിങ്ങൾ ഇതുപോലെയുള്ള തെറ്റുകൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ പതിയെ ഘട്ടം ഘട്ടമായി മാറ്റങ്ങൾ കൊണ്ടുവരിക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്യാഷ് ബോക്സിൽ നമ്മൾ വെക്കുന്ന കാര്യങ്ങൾ, ഞാൻ തന്നെ നിങ്ങളോട് ഒരുപാട് വസ്തുക്കൾ ധനവരവിന് വേണ്ടിയിട്ട് വെക്കാൻ പറയാറുണ്ട്. പക്ഷേ പ്രോപ്പറായി അത് മാറ്റേണ്ട സമയത്ത് മാറ്റണം. അങ്ങനെ അല്ലെങ്കിൽ അതവിടെ വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ചില കാര്യം തന്നെ 3 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 11 ദിവസത്തേക്കൊക്കെ അത് വെച്ചിട്ട് കാര്യമുള്ളൂ. അത് കഴിഞ്ഞത് അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം തന്നെ അത് റീപ്ലേസ് ചെയ്തിരിക്കണം. എനർജൈസ് ചെയ്ത് വെക്കേണ്ട വസ്തുക്കൾ, ഇപ്പോൾ ഓരോ പൗർണമിയിൽ നമ്മൾ വെള്ളി കോയിൻ എനർജൈസ് ചെയ്യാറുണ്ട്. അത് എനർജൈസ് ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ 1 മാസം നമുക്ക് പീരിയഡ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അത് എനർജൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ പിന്നത്തെ മാസം അത് ചെയ്തിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ധനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കിഴികെട്ടി വെച്ചാലും കറക്റ്റ് സമയത്ത് അത് അവിടെ നിന്ന് മാറ്റുകയും വേണം. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് അത് നീറ്റായിട്ട് വെക്കാനും നമ്മൾ ശ്രമിക്കണം. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മിയുടെ കടാക്ഷം നമുക്ക് ലഭിക്കും. പിന്നെ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജയും നമ്മൾ മറക്കരുത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.